വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണല്ലോ നമ്മളൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് ഗംഭീരമായ നിരവധി ഫീച്ചറുകളുണ്ട്. ദിവസേന നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അറിയാതെ പോയ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തെ ഗംഭീര ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആണോ എന്ന് പരിശോധിക്കുക. അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആണോ സെലക്ട് ആയി കിടക്കുന്നത് എന്ന് നോക്കണം. അത് ക്ലാസിക് എന്നാണുള്ളതെങ്കിൽ അത് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് നിരവധി ഫീച്ചറുകൾ ഉണ്ടെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയതും ഇപ്പോൾ അപ്ഡേറ്റിലൂടെ ഗംഭീരമായി മാറിയതുമായ 3 ഫീച്ചറുകൾ മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അതിലാദ്യത്തേത്, നമുക്കൊരു അന്യഭാഷക്കാരനോട് സംസാരിക്കണമെങ്കിൽ അയാളുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മലയാളത്തിലും, നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഭാഷയിലും തത്സമയം ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിക്കുന്ന ഒരു ഓപ്ഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തുണ്ട്. അതിനായിട്ട് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി ലഭിക്കുക. ഇതിലാദ്യം ഭാഷ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഓൾറെഡി മുകളിൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് സെലക്ട് ആയി കിടക്കുന്നത്. നമുക്ക് ഏത് ഭാഷക്കാരനുമായിട്ടാണ് സംസാരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഭാഷ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ അതിൽ ഇംഗ്ലീഷ് മാറ്റി മലയാളമാക്കുകയാണ്. അതായത് മലയാളിയായ എനിക്ക് ഹിന്ദിക്കാരനുമായിട്ടാണ് സംസാരിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ഭാഷ തിരഞ്ഞെടുക്കുക. ഇനി തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു സെലക്ട് ആയി കിടക്കുന്നത് കാണാം. കോൺവെർസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നത്. അതിൽ തന്നെയാണ് വേണ്ടത്. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ താഴെ ഓപ്ഷനുകളുണ്ട്. അതായത് ഒരാൾ പറയുന്നത് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി, മറ്റേയാൾ പറയുന്നത് ജസ്റ്റ് ടെക്സ്റ്റായി കാണിച്ചാൽ മതിയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഓൾറെഡി കോൺവെർസേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി താഴെയുള്ള സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഇത് നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ആകും. പിന്നെ നമ്മൾ പരസ്പരം നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ മതി. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തത്സമയം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതാണ്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. മുझे आपका गाना बहुत पसंद आया. നിങ്ങളുടെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ये जानकर खुशी हुई कि तुम्हें पसंद आया. आपसे मिलकर खुशी हुई. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. എനിക്കും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. मुझे भी आपसे मिलकर खुशी हुई. ഇതുപോലെ രണ്ടുപേരും അവരവരുടെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ മതി. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഷ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ പ്രയോജനം പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്ത് വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടാപ്പ് ടു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഓണായി കിട്ടുന്നതാണ്. ഇതിനിവിടെ ഒരു ബട്ടൺ ഓൺ ചെയ്യാനുണ്ടാവും. നിങ്ങൾ ആ ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷനും അവസാനത്തെ ഓപ്ഷനും ഓണാകും. എന്നാൽ നടുവിലെ ഓപ്ഷൻ ഓൺ ആകുന്നതല്ല. ജസ്റ്റ് നടുവിലെ ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ മാനേജ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ പിന്നീട് നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ ഇതുപോലെ ഒരു പുതിയ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ബട്ടൺ വന്നതായിട്ട് കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇപ്പോൾ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും എന്തായാലും നിങ്ങൾ മറ്റൊരു ഭാഷയിലുള്ള മെസ്സേജോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് പ്രസ് ചെയ്ത് പിടിച്ച് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഈ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, മലയാളമാണ് വേണ്ടതെങ്കിൽ രണ്ടാമത്തെ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്താൽ മതി. മുകളിലേത്തത് നിങ്ങൾ ഡിറ്റക്ട് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഭാഷയായാലും അത് ഓട്ടോമാറ്റിക്കലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഞാനതൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഹിന്ദി മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഇംഗ്ലീഷ് മെസ്സേജ് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്തിട്ട് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാക്കുകയും അതെനിക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ താഴെ എക്സിറ്റ് ബട്ടൺ കാണാം. അതിലേക്ക് കൊടുത്താൽ ഹൈഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ വരും. ഹൈഡ് ചെയ്ത് കൊടുത്താൽ അത് ഫോണിൽ നിന്ന് പോകുന്നതാണ്. ഇനി ഈ ഓപ്ഷൻ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നേരത്തെ പോയ അതേ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത അതേ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ഇത് ഓണും ഓഫും ചെയ്യേണ്ട ബട്ടൺ ഉണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് ഓഫും ഓണും ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം. മറ്റു ഭാഷകളിലുള്ള പോസ്റ്ററുകൾ നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഏത് ഭാഷയിലെ പോസ്റ്ററാക്കി മാറ്റാൻ
മാറ്റേണ്ട ഓപ്ഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സെലക്ട് ആയി കിടക്കുന്ന ഭാഷയിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിറ്റക്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഭാഷ നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്കാണ് ആ പോസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴെയുള്ള ക്യാമറ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷിലുണ്ടായിരുന്ന പോസ്റ്റർ ഉടനടി മലയാളത്തിലേക്ക് മാറിയിട്ട്. ഇതുപോലെ നമുക്ക് ഏത് ഭാഷയിലേക്കും ഏത് പോസ്റ്ററും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല നമുക്കിത് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് മലയാളത്തിലേക്കോ മറ്റു ഭാഷകളിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതുപോലെ നമുക്കത് ഷെയർ ചെയ്യാനും പറ്റും. വാട്സപ്പിലേക്കായാലും ഫേസ്ബുക്കിലേക്കായാലും ഏതിലേക്കായാലും മറ്റൊരു ഭാഷയിലുള്ള പോസ്റ്റർ നമ്മുടെ ഭാഷയിലേക്കോ വേറെ ഏതെങ്കിലും ഭാഷയിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഓപ്ഷനും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.